സ്നേഹം ദിവ്യസ്നേഹം സ്നേഹം ദിവ്യസ്നേഹം. കൂടെ കൂടെ ശാസന കേട്ടിട്ടും അനുസരിക്കാത്തവൻ നീക്കുപോക്കില്ലാതെ നശിച്ചു പോകും. 6 മാസം ഹോസ്പിറ്റലിൽ കിടന്ന് അനുദപിക്കുന്നതിന് വേണ്ടി സമയമുണ്ട്. ദൈവദാസനെ വിളിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള സമയമുണ്ട്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് മനുഷ്യൻ എങ്ങനെയാണ്? മുകളിലേക്ക് നോക്കും എന്ന്. അപ്പോൾ വരെ മുകളിലേക്ക് നോക്കിയില്ല. എന്നാൽ കിടക്കുന്ന സമയത്ത് നേരെ മുകളിലേക്ക് നോക്കി കിടക്കുന്നത് കാണാം. ഒരു ദൈവദാസന് രോഗം വന്ന് കിടപ്പിലായപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, അങ്ങയെ ഈ രീതിയിൽ കാണുവാൻ എനിക്ക് വളരെ സങ്കടമുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇപ്പോഴാണ് ഞാൻ സ്വർഗത്തിലേക്ക് നോക്കുന്നതെന്ന്. മുകളിലേക്ക് നോക്കണം. ചില ആളുകൾ മുകളിലേക്ക് നോക്കില്ല, എപ്പോഴും താഴോട്ടാണ്. നമ്മുടെ നാട്ടിൽ ഒരു ജീവിയുണ്ട്, അത് എപ്പോഴും താഴോട്ട് നോക്കുകയാണ്. അതിന്റെ പേരെന്താണെന്ന് അറിയാമോ? പന്നി. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. എപ്പോഴും എന്താണ് നോക്കി നടക്കുന്നത്? സ്വർണമാണോ? മാലിന്യം. മാലിന്യം. ആ മാലിന്യത്തിന് വേണ്ടി അന്വേഷിച്ച് നടക്കുകയാണ് ഏത് സമയത്തും. നമ്മൾ നായ്ക്കുട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് തിന്നാൻ വേണ്ടിയാണെങ്കിൽ മുകളിലോട്ട് നോക്കും. എന്നാൽ ഒരു പന്നിക്കുട്ടിക്ക് നീ ബിസ്ക്കറ്റ് കൊടുത്ത് നോക്കൂ, അത് മുകളിലോട്ട് നോക്കത്തേയില്ല. എന്തൊക്കെ ചെയ്താലും അതിന്റെ കഴുത്ത് അത് മുകളിലേക്ക് തിരിക്കുകയേയില്ല. എപ്പോഴും താഴോട്ടാണ് നോക്കുന്നത്. പന്നിയിറച്ചി കഴിക്കുന്നവർ അതിനെ പിടിച്ചുകൊണ്ട് പോകാറുണ്ട്. എന്ത് ചെയ്യുമെന്ന് അറിയാമോ നിങ്ങൾക്ക്? 4 പേർ ചേർന്നിട്ട് അതിന്റെ കൈയും കാലും കൂട്ടി ഒരു വടിയിൽ കെട്ടിവെച്ചിട്ട് അതിന്റെ തലകീഴായിട്ട് എടുത്തുകൊണ്ട് പോകും കൊല്ലുന്നതിന് വേണ്ടി. അപ്പോൾ അത് എങ്ങോട്ട് നോക്കുമെന്നറിയാമോ? എവിടേക്ക് നോക്കും? ഉറു 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 എന്ന് പറയും. എന്നാൽ ഒരു പ്രയോജനവുമില്ല. ഒറ്റ പ്രാവശ്യം അതിനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കഥ കഴിഞ്ഞു എന്ന് തന്നെയാണ്. ആ ധനവാൻ ഈ ലോകത്തായിരുന്ന സമയത്ത് ലോകത്തെ എല്ലാ കാര്യങ്ങളും ആസ്വദിച്ച് ജീവിച്ചു. ആ ധനവാൻ ഇവിടെ ഒരുപാട് സുഖിച്ച് ജീവിക്കുകയുണ്ടായി. തനിക്ക് ഇഷ്ടമുള്ളതുപോലെ എല്ലാം അവൻ ജീവിച്ചു. ഒരു വീട് കണ്ടാൽ അത് വാങ്ങിക്കണം, ഒരു റെസ്റ്റോറന്റ് കണ്ടാൽ അവിടേക്ക് പോകണം, ഒരു മദ്യക്കുപ്പി കണ്ടാൽ അത് വാങ്ങിച്ചു കുടിക്കണം. എന്ത് കണ്ടാലും അത് ആസ്വദിച്ച് ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ദൈവമുണ്ടേ എന്ന് ലാസർ പറഞ്ഞ സമയത്ത് നീ എന്തിനാണ് എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നീ ആരാണ് എന്നോട് ഇതൊക്കെ പറയാന്ന് പറഞ്ഞ് തിരസ്കരിച്ച് പോയ വ്യക്തിയാണ്. ദൈവത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചതേയില്ല. ഒരു ദിവസം പെട്ടെന്ന് ഏത് ഡ്രിങ്കിങ് പാർട്ടിയിലാണെന്ന് അറിയത്തില്ല, ഇരുന്ന സമയത്ത് അത്രേ ഉള്ളൂ, കഴിഞ്ഞു. എന്താണ് എന്ന് കണ്ണടച്ച് എന്ന് കണ്ണു തുറന്നു. എവിടെ എവിടെ AC എന്ന് പറഞ്ഞ് AC എവിടെയാ ഇരിക്കുന്നേ? എവിടെയാണ്? പാതാളത്തിൽ, നരകത്തിൽ. സെർന്ന് പറഞ്ഞിട്ട് അവൻ ഉണരുവാനിടയായി. അയ്യോ അയ്യോ അപ്പാ ദൈവമേ, വേദനിക്കുന്നുവെന്ന് വേദനിച്ചുകൊണ്ട് മുകളിലോട്ട് നോക്കിയപ്പോ കണ്ടു അബ്രഹാം. ആ അബ്രഹാമിന്റെ മടിയിൽ ഇരിക്കുന്നതായ ലാസറിനെ നോക്കിയിട്ട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട അബ്രഹാമേ, പിതാവായ അബ്രഹാമേ, ആ ലാസറിനെ ഇങ്ങോട്ട് അയച്ചിട്ട് അവന്റെ വിരൽ വെള്ളത്തിൽ മുക്കിട്ട് എന്റെ ഒരു തുള്ളി എന്റെ വായിലേക്ക് ഇറ്റിക്കുമോ എന്ന്. അത് സാധ്യമല്ലായിരുന്നു. ഇവിടെയുള്ളവർക്ക് അങ്ങോട്ടും അവിടെയുള്ളവർക്ക് ഇങ്ങോട്ടും പോകുവാനുള്ള വഴി ഉണ്ടായിരുന്നില്ല. നരകത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര നാം കരഞ്ഞാലും നിലവിളിച്ചാലും, നരകത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര നമ്മൾ നിലവിളിച്ചാലും പ്രാർത്ഥിച്ചാലും ഒരു പ്രയോജനമില്ല. അമലാപുരത്ത് മീറ്റിങ്ങിന് പോകേണ്ടിയായിരുന്നു. ആ മീറ്റിങ്ങിന് പോയിട്ട് ഞാൻ നന്നായിരുന്നുവെങ്കിൽ എത്ര നല്ലതാകുമായിരുന്നു. ഒന്നുകൂടെ അമലാപുരം മീറ്റിങ്ങിലേക്ക് കൊണ്ടുപോകുമോ? അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുകയില്ല ഒരിക്കലും. മരിച്ചവന് പിന്നെ വരുവാൻ കഴിയത്തില്ല. മരിച്ചവന് പിന്നെ പശ്ചാത്തപിച്ച് സ്വർഗത്തിൽ പോകുവാൻ കഴിയത്തില്ല. ചില ആളുകൾ ഇപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, എന്റെ പിതാവിന്റെ ആത്മാവിനെ ശാന്തി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കൂ ദൈവദാസ എന്ന്. മരണത്തിൽ വിളിക്കാറുണ്ട് ദൈവദാസനെ. ദൈവദാസന് 3 പ്രാവശ്യം ആവശ്യമുണ്ടെന്ന്. എപ്പോഴാണ്? വെള്ളത്തിൽ മുക്കുന്നതിന് വേണ്ടി, ബാപ്റ്റിസം കൊടുക്കുന്നതിന് വേണ്ടി, കല്യാണം നടക്കുമ്പോൾ കൈകൾ കൂട്ടിപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി, പിന്നെ മരിക്കുമ്പോൾ മണ്ണിടുന്നതിന് വേണ്ടി. ബാക്കിയുള്ള സമയത്ത് ദൈവദാസനെ ചർച്ചനെയും ഒന്നും ആർക്കും ഒരാവശ്യവുമില്ല, ഓർമ്മയേ വരില്ല. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ ദൈവദാസൻ തന്നെ വരണം. സംസ്കാര ശുശ്രൂഷകളെല്ലാം വളരെ മനോഹരമായി ബാൻഡ്മേളത്തോടു കൂടി തന്നെ എല്ലാം നടത്തണം. അവിടെ ചെന്നിട്ട് ദൈവദാസൻ അത്യാവശ്യമായി പ്രാർത്ഥിക്കണം. ചില ദൈവദാസൻ ഇങ്ങനെ മുഖം നോക്കാതെ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, ഈ നിന്റെ ദാസൻ കുടിച്ച് 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 മരിച്ചു പോയിരിക്കുന്നു, കർത്താവേ, ഇവന്റെ ആത്മാവിന് ശാന്തി കൊടുക്കണമേ. ചില ദൈവദാസന്മാർ ചെയ്യുന്നതായ പ്രാർത്ഥന മരിച്ചവന്റെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ വേണ്ടിയുള്ളതാണ്. ഒരിക്കലും മരിച്ചവന് വേണ്ടി പ്രാർത്ഥിക്കരുത്. മരിച്ച വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കരയരുത്. ജീവനുള്ളവന് വേണ്ടി നിങ്ങൾ കരയുക. നാം ജീവിച്ചിരിക്കുന്ന സമയത്ത് നരകത്തിലേക്ക് പോകാതെ നമ്മുടെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അവകാശം നമുക്കുണ്ട്. മരിച്ചുപോയി കഴിഞ്ഞ് നീ എത്രമാത്രം കരഞ്ഞാലും നരകത്തിൽ നിന്ന് ഒരു വിടുതലും ഉണ്ടാകില്ല. ഈ പ്രവാചക ശിഷ്യൻ എന്തുകൊണ്ടാണ് മരിച്ചുപോയത്? കൊച്ചു കുഞ്ഞുങ്ങളെ അനാഥരാക്കി ഭാര്യയെ വിധവയാക്കി മാറ്റിയിട്ട് എന്തുകൊണ്ടാണ് മരിക്കാനിടയായത്? എത്രയോ ഭാര്യമാർ ഇന്ന് കരയുന്നത് കാണാം, എന്റെ ഭർത്താവ് മരിച്ചുപോയി, എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്റെ ജീവിതം എന്തായി തീരും, എനിക്ക് ആശ്രയം ആരാണ് എന്ന് എത്രയോ പേർ നിലവിളിക്കുന്നുണ്ട്. എത്രയോ യൗവനക്കാർ തൽക്ഷണം മരിച്ചു പോകാറുണ്ട്. നല്ല യൗവനത്തിൽ 17, 18, 19, 20 വയസ്സിൽ മരിച്ചുപോയാൽ അവരുടെ വേർപാടിനെ ഓർത്ത് മാതാപിതാക്കളെ ഹൃദയം തകർന്ന് നിലവിളിക്കാറുണ്ട്. അയ്യോ എൻ്റെ മകൻ, അയ്യോ എൻ്റെ മകൾ തൂങ്ങി മരിക്കുവാൻ ഇടയായി, ആക്സിഡന്റിൽ മരിക്കാനിടയായി. എത്രയോ ആളുകൾ പറയുന്നുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, അതിദുഷ്ടനായിരിക്കരുത്, മൂഢനായിരിക്കുകയും അരുത്. കാലത്തിന് മുമ്പേ നീ എന്തിന്
മരിക്കുന്നു. നീ എന്തിനു മരിച്ചു പോകണം? നീ കാലത്തിന് മുമ്പേ മരിച്ചു പോകണമെങ്കിൽ അത് നീ അധികമായി ദുഷ്ടപ്രവൃത്തികൾ ചെയ്തതുകൊണ്ടാണ്. ദൈവം സഹിച്ച് 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 ക്ഷമിച്ച് 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 എന്നിട്ടും നീ അനുസരിക്കാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ കോപം ജ്വലിക്കാനിടയാകും. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ദൈവത്തിന്റെ പറയാൻ കഴിയുന്നില്ല, ദീർഘക്ഷമയുള്ള ദൈവമാണ്. അനേകം വർഷങ്ങൾ 35-45 വർഷങ്ങളോളം നിന്റെ മേൽ ദൈവം ദീർഘക്ഷമയുള്ളവനായിരുന്നു. എന്നാൽ അവന്റെ കോപം എത്രമാത്രമുണ്ടെന്നറിയാമോ? ക്ഷണനേരം മാത്രം. ഒരു ക്ഷണം ദൈവം നമ്മെ വിട്ടുകളയാണെങ്കിൽ മിനിറ്റിൽ 72 തവണ നമ്മൾ ഹൃദയം ഇടിക്കാറുണ്ട്. ഒരു സെക്കൻഡ് നിന്നാൽ പിന്നെ ഹാർട്ട് അറ്റാക്കാണ്. പിന്നെ നിനക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ മരിച്ചു പോയത് തന്നെ. മിനിറ്റ് 23 തവണ ശ്വാസവും നിശ്വാസവും. നാം അറിയാതെ തന്നെ ശ്വാസവും നിശ്വാസവും എടുത്തുകൊണ്ടേയിരിക്കുന്നു. മുകളിലേക്കെടുത്ത് ശ്വാസം അകത്തേക്ക് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതോടെ തീർന്നു നിന്റെ ജീവിതം. ഇത്ര ക്ഷണികമായ ജീവിതം നമുക്കുള്ളപ്പോൾ എന്തിനാണ് നിങ്ങളുടെ അഹങ്കാരം? ഇന്ന് കണ്ട് നാളെ കാണാതിരിക്കുന്ന മായയായ ജീവിതമാണ് നമ്മുടെ എല്ലാവരുടെയും. രാവിലെ വിടർന്നിട്ട് വൈകുന്നേരം വാടിപ്പോകുന്ന പൂ പോലെയാണ് നമ്മുടെ ജീവിതം. ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുന്നതാണ് ഭാഗ്യം. ഈ ജീവിതത്തിൽ ഒരു ക്ഷണം നമ്മളെ കർത്താവ് വിട്ടാൽ നമ്മുടെ കഥ കഴിഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ അപകടം എടുക്കാൻ എത്ര സമയമെടുക്കും? 1 മണിക്കൂറാ? വന്ന് ഒറ്റ ഇടിയാണ് ആ വണ്ടിക്കിട്ട്. ആ ഒറ്റ ഇടിയിൽ അവൻ മരിച്ചു പോകുവാൻ ഇടയായി. ഡ്രൈവർ മരിച്ചു പോകുന്നു, ആളുകൾ വീഴുന്നു, വണ്ടി മറിയുന്നു, ശവങ്ങൾ വീണ് കിടക്കുന്നു. അങ്ങനെ ഭയങ്കരകരമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. കാറിൽ നിന്ന് സംസാരിച്ചു കൊണ്ടുപോയവർ, കല്യാണത്തിന് പോയവർ, തീർത്ഥയാത്ര പോയവർ, അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ അപകടങ്ങൾ നാം കാണുന്നുണ്ട്. ആകസ്മികമായി അപകടത്തിൽപ്പെട്ട് മരിക്കുക എന്നത് ദൈവത്തിന്റെ ഉദ്ദേശം അല്ല. പാവം ഭർത്താവിനെ നഷ്ടപ്പെട്ട ഈ സ്ത്രീ 2 കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ കടക്കാർ വന്നിട്ട്, ഈ കടം വീട്ടിയില്ല എങ്കിൽ നിന്റെ കുഞ്ഞുങ്ങളെ 2 പേരെ ഞങ്ങളുടെ വീട്ടിൽ പണിക്ക് വേണ്ടി കൊണ്ടുപോകും, ഞങ്ങളുടെ കൃഷി സ്ഥലത്ത് വേല ചെയ്യാൻ പിടിച്ചു കൊണ്ടുപോകും എന്ന് പറഞ്ഞ് വരികയുണ്ടായി. പലപ്പോഴും പിതാക്കന്മാർ ദൈവത്തിന് അനുസരിച്ചില്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളെ പിശാച് എടുത്തുകൊണ്ട് പോകാറുണ്ട്. മാതാപിതാക്കൾ ദൈവത്തെ അനുസരിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പിശാചിന്റെ കയ്യിലായിരിക്കും എന്നുള്ള കാര്യം മറക്കരുത്. നീ മക്കളുടെ പിതാവായിട്ട് നീ അശ്രദ്ധനായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ദൈവം മക്കളെ തന്നിട്ട് നിങ്ങൾ അശ്രദ്ധയോടാണ് ആയിരിക്കുന്നത്. നിന്റെ പാപം കാരണം നിന്റെ മക്കളുടെ ഭാവി നശിക്കുമെന്ന കാര്യം നീ മറന്നുപോകുന്നു. നിന്റെ പാപം നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ശാപത്തെ കൊണ്ടുവരികയാണെന്നുള്ള കാര്യം മറന്നുപോകരുത്. അമ്മമാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, കൊച്ചു കുഞ്ഞുങ്ങളുടെ അമ്മമാരായിട്ടിരിക്കുന്നവരെ, ഒരു മാതാവ് കുഞ്ഞിന് പാല് കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. അതേസമയം അടുത്തുള്ള സ്ത്രീയുമായി വഴക്കുണ്ടാക്കുകയാണ്. ആ പാലിന്റെ സ്ഥാനത്ത് രക്തം വരുവാനിടയായി. കുഞ്ഞിന്റെ വായിലേക്ക് പാലിന്റെ സ്ഥാനത്ത് രക്തമാണ് ഒഴുകി വരുന്നത്. എന്താണ് നീ നിന്റെ കുഞ്ഞിന് വിഷമാണ് നീ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിന്റെ ശരീരത്തിലെ രക്തസമ്മർദ്ദം കാരണം നിന്റെ ഗർഭത്തിലുള്ള കുഞ്ഞിനും വളരെ ദോഷമുണ്ടാകാറുണ്ട്. എത്രയോ ആളുകൾ ഇന്ന് തന്റെ കുഞ്ഞുങ്ങൾക്ക് ശാപമായി തീരാറുണ്ട്. എന്നാൽ ഈ സഹോദരി, ഈ പ്രവാചക ശിഷ്യന്റെ ഭാര്യ വിശ്വാസിയായിരുന്നു. ഇനി എന്തിനാണ്? നിങ്ങളുടെ പിതാവ് മരിച്ചു, കടക്കാരൻ വന്നു, എന്തു ചെയ്യും? വിഷം വാങ്ങിച്ചിട്ട് നമുക്കെല്ലാവർക്കും മരിക്കാമെന്ന് ഇങ്ങനെ തീരുമാനിക്കുന്ന എത്രയോ ആളുകൾ ഈ കാലത്തുണ്ട്. എന്നാൽ ഈ സ്ത്രീ എന്താണ് ചെയ്തത്? ദൈവദാസന്റെ അടുക്കിലേക്ക് പോകാനിടയായി. ദൈവദാസന്റെ അടുക്കിലേക്ക് ചെന്നു. ഈ ലോകത്തിൽ ഇന്നും ദൈവദാസന്മാരെ ദൈവം നിലനിർത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നെപ്പോലുള്ള ദൈവദാസന്മാരെ ദൈവം നിലനിർത്തിയിരിക്കുന്നത്. ഭാരത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർ ഇനിയും ഉണ്ട്. പണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവദാസന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. പണത്തിനെയും പ്രാർത്ഥനയും തമ്മിൽ ബന്ധിപ്പിക്കരുത്. പ്രാർത്ഥന സ്നേഹത്തോടെ ചെയ്യേണ്ടതാണ്, ഭാരത്തോടെ ചെയ്യേണ്ടതാണ്. അല്ലാതെ പണത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ബിസിനസ് അല്ല അത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ല എങ്കിൽ അത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഞാൻ ശാപമുള്ളവനായി തീരുകയാണ് എന്ന് ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു. പൗലോസ് സഭയ്ക്ക് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്ന് എഫേസ്യർക്ക്, ഫിലിപ്പ്യർക്ക്, കൊലോസ്യർക്ക്, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനങ്ങൾ വായിച്ചാൽ ഈ ഓരോ ലേഖനങ്ങളിലും എത്ര അർത്ഥവത്തായ, എത്ര ആഴമായ പ്രാർത്ഥനയാണെന്ന് നോക്കുക. സഭയ്ക്ക് വേണ്ടി എത്ര ഭാരത്തോടുകൂടിയാണ് പൗലോസ് പ്രാർത്ഥിച്ചതെന്ന് നിങ്ങൾക്കറിയാൻ കഴിയും. ഇന്നത്തെ ദൈവദാസന്മാർ കേവലം രോഗങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. ഒരു വ്യക്തി രൂപാന്തരം പ്രാപിക്കുന്നതിന് വേണ്ടി, വിശുദ്ധനായി ജീവിക്കുന്നതിന്, പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കുന്നതിന്, ദൈവത്തിന്റെ സ്വരൂപത്തിലാകുന്നതിന് വേണ്ടി. നിങ്ങൾ നിമിത്തമായി ഞാൻ ഗർഭവേദന അനുഭവിക്കുകയാണെന്ന്, ക്രിസ്തുവിന്റെ സ്വരൂപം നിങ്ങളിൽ കാണുന്നതിന് വേണ്ടി ഞാൻ വീണ്ടും പ്രസവ വേദന അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെന്ന് പൗലോസ് പറഞ്ഞു. പ്രസവ വേദനയോട് ചെയ്യുന്ന പ്രാർത്ഥന, അതാണ് പൗലോസ് ചെയ്തതായ പ്രാർത്ഥന. ഏലിയാവ്, എലീശ, അങ്ങനെയുള്ള പ്രാർത്ഥന വീരന്മാർ ഏലിയാവിന്റെ അടുക്കൽ അങ്ങനെയുള്ള പ്രാർത്ഥന പഠിച്ചെടുത്തു. ഏലിയാവിന്റെ പ്രാർത്ഥന എത്ര മഹത്തരമായിരുന്നു, അത്ഭുതകരമായിരുന്നുവെന്ന് ബൈബിളിൽ നാം വായിക്കുന്ന. ഏലിയാവ് നമ്മെപ്പോലെ സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അവൻ മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തില്ല. 3.5 വർഷക്കാലം മഴ പെയ്യാൻ ഇടയായില്ല. മഴ പെയ്യുവാൻ വേണ്ടി പിന്നീട് പ്രാർത്ഥിച്ചപ്പോൾ ആകാശം തുറന്നിട്ട് മഴ പെയ്യുവാൻ ഇടയായി. നമുക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന എത്രയോ ശക്തിയുള്ളതാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവചിത തലകളെ വണക്കൂ, പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാപം കാരണം അനുഗ്രഹത്തെ നാം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. പാപം കാരണം നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തിവെച്ചിരിക്കുന്നു. കഷ്ടങ്ങൾ വന്നിരിക്കുന്നു. ആകസ്മിക മരണങ്ങൾ നാം വരുത്തിവെച്ചിരിക്കുന്നു. ശാപം നമ്മളിലേക്ക് വന്നു.
തീരാ രോഗങ്ങൾ നമുക്ക് വന്നു. പലതരത്തിലുള്ള വ്യാധികൾ കൊണ്ട് നമ്മുടെ സമ്പാദ്യമെല്ലാം രോഗത്തിന് വേണ്ടി കൊടുക്കുവാൻ തികയുന്നില്ല. കർത്താവേ, ഞങ്ങളുടെ ഭവനത്തിൽ അനുഗ്രഹം ഇല്ല ദൈവമേ. എന്റെ യൗവനക്കാരനായ മകൻ മരിച്ചുപോയി, എന്റെ യൗവനക്കാരത്തിയായ മകൾ മരിച്ചുപോയി. ആ വിഷമത്തിൽ നിന്ന് ഞങ്ങൾ കരകയറാൻ കഴിയുന്നില്ല. ഞങ്ങൾ ദുഃഖിതരായിരിക്കുന്നു എന്ന് പറയുന്നവർ ദൈവത്തോട് നിലവിളിക്കൂ. അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അവൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകും. അവൻ നിങ്ങളെ അനുഗ്രഹിക്കും. വായു തുറന്ന് പ്രാർത്ഥിക്കുക. ഏതോ ഒരു ശാപം നിന്നെ പിടിച്ചിരിക്കുകയാണ്. ഏതോ ഒരു കുറവ് നിന്നിലുണ്ട്. ഏതോ ഒരു പ്രശ്നം നിന്റെ ജീവിതത്തിലുണ്ട്. ഈ രാത്രി ആ പ്രശ്നം പരിഹരിക്കുവാൻ, ഈ രാത്രി ആ കുറവ് നികത്തുവാൻ, ആ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ, നിന്റെ ജീവിതത്തിൽ അത്ഭുത കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ അനുഭവിച്ചിട്ട് ഇവിടെ നമുക്ക് കടന്നു പോകാം. വായു തുറന്ന് ദൈവത്തോട് ചോദിക്കൂ. നീ ചോദിച്ചാൽ ഞാൻ നൽകാമെന്ന് പറഞ്ഞു. നീ പറഞ്ഞാൽ ഞാൻ കേൾക്കാമെന്ന് ദൈവം പറഞ്ഞു. എന്നെ വിളിച്ചപേക്ഷിക്കൂ, ഞാൻ നിനക്ക് ഉത്തരമാളാമെന്ന് പറഞ്ഞ കർത്താവ് നമുക്കുണ്ട്. ദൈവത്തോട് പറയൂ, എന്റെ സങ്കടം ഇതാണ്, എന്റെ പ്രശ്നം ഇതാണ്, എന്റെ ജീവിതത്തിൽ അനുഗ്രഹമില്ല ദൈവമേ, എന്റെ വേലയിൽ അനുഗ്രഹം ഇല്ല കർത്താവേ, എന്റെ കുടുംബത്തിൽ അനുഗ്രഹം കാണുന്നില്ല ദൈവമേ, എന്റെ ജീവിതത്തിൽ സംതൃപ്തിയില്ല ദൈവമേ, എന്റെ ജീവിതത്തിൽ സമാധാനമില്ല കർത്താവേ. എന്നെ അനുഗ്രഹിക്കൂ യേശുവേ. എനിക്ക് യഥാർത്ഥമായ സമാധാനം നൽകണമേ, എനിക്ക് ശാശ്വതമായ അനുഗ്രഹം നൽകണമേ എന്ന് ദൈവത്തോട് വായു തുറന്ന് ചോദിക്കാം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. കർത്താവേ, നിനക്ക് നന്ദി കരേറ്റുന്നു. കർത്താവേ, നിനക്ക് നന്ദി കരേറ്റുന്നു. പിതാവായ ദൈവമേ, നിനക്ക് നന്ദി കരേറ്റുന്നു. പരിശുദ്ധ ദൈവമേ, നിനക്ക് നന്ദി കരേറ്റുന്നു. ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളെയും സംതൃപ്തിപ്പെടുത്തുന്ന ദൈവമേ, നിനക്ക് നന്ദി. ചോദിക്കുമ്പോൾ നൽകുന്ന ദൈവമേ, നന്ദി കരേറ്റുന്നു. നിലവിളിക്കുമ്പോൾ കേൾക്കുന്ന ദൈവമേ, നന്ദി. ഞങ്ങളുടെ വിഷമങ്ങളെ കണ്ടിട്ട് സഹിക്കാത്തവനെ നിനക്ക് നന്ദി കരേറ്റുന്നു. നിന്റെ കൃപകളെ ഞങ്ങളുടെ മേൽ പൊഴിക്കുന്നവനെ നന്ദി കരേറ്റുന്നു. ഞങ്ങളുടെ കുറവുകളെ നികത്തുന്നവനെ നന്ദി കരേറ്റുന്നു. ഞങ്ങളുടെ ശാപങ്ങളെ അഴിച്ചു മാറ്റുന്ന ദൈവമേ, നന്ദി കരേറ്റുന്നു. ഞങ്ങളുടെ കുറവുകളെ നികത്തി ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിച്ച് ഞങ്ങളുടെ ശാപത്തിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചവനായ കർത്താവേ, നിനക്ക് നന്ദി കരേറ്റുന്നു. ഈ സമയത്ത് ആ കാൽവരി ക്രൂശിൽ കൂടി ഒഴുകിയ രക്തം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് നീ ഒരു തവണ കൂടി ഒന്ന് ഒഴുക്കിയിട്ട് ഞങ്ങളെ ശുദ്ധീകരിച്ച് ഞങ്ങളെ രക്തത്താൽ കഴുകി നീതിമാന്മാരാക്കി മാറ്റണമേ ദൈവമേ. പഴയ ശാപം ഞങ്ങളിൽ കാണുവാനിടയാകാതെ, പഴയ സ്വഭാവം ഞങ്ങൾ വരുവാനിടയാകാതെ, പഴയ രീതിയിൽ ഞങ്ങൾ ജീവിക്കാതെ കർത്താവിന്റെ സാക്ഷികളായി ജീവിച്ച് അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ കഴിയുന്നവരെ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നൽകണമെന്ന്. നിന്റെ വരവ് താമസമെങ്കിൽ, അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ അങ്ങയെ ഞങ്ങൾക്ക് വരവേൽക്കുവാൻ, അതിനുശേഷം അങ്ങയോടൊപ്പം സദാകാലവും അങ്ങയുടെ രാജ്യത്തിൽ ആയിരിക്കാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.